വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പള്ളിക്കുന്ന സമയത്തെ ഏച്ചോത്തിന് സമയത്തുള്ള വെളുമ്പുകട എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ 4 കർഷകർ, യുവ കർഷകർ ചേർന്നിട്ട് വ്യത്യസ്തമായ കൃഷി നടത്തിയിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, പല സാധനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ കർഷകരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയാണ് കൃഷി? എന്തൊക്കെയാണ് പേരെന്താ? പറ. എൻ്റെ ഒരു ധനിൽ മണിക്കുട്ടെന്ന് വിളിക്കും. കൃഷി ഇവിടെ വത്തക്ക, നമ്മളെ പിന്നെ വയനാട്ടിലധികം ആരും ചെയ്യാത്തൊരു കൃഷിയാണ് വത്തക്ക ചെയ്തിട്ടുണ്ട്. പിന്നെ കുമ്പളം, വെള്ളേരി, മത്തൻ, ബീൻസ്, വെണ്ട, പിന്നെ പയറ്, ഇങ്ങനെയുള്ള കുറേ ഇനങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തത്. ഇന്ന് വിളവെടുപ്പ് ഉത്സവമായിരുന്നല്ലേ? ഇന്ന് വിളവെടുപ്പ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നമുക്ക് നല്ല വിളവാണ് കിട്ടിയത്. ജൈവ തണ്ണിമത്തനം അല്ലേ? നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. ആദ്യം വിളവെടുപ്പാണ്, ഒന്ന് മുറിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം, കളറുണ്ടോ നോക്കാലോ. സംഭവം സൂപ്പർ, അടിപൊളി, നല്ല അടിപൊളി കളറ്. ആഹാ, എന്താ കളർ നോക്കി, അടിപൊളി ചുമപ്പ് അല്ലേ? ചുമന്ന അടിപൊളി പഴുത്ത് തുടുത്ത് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ തന്നെ അത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ 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 സൂപ്പർ. കഴിച്ചോ കഴിച്ചോ. ഇത് മൂപ്പായി ഉണ്ടല്ലേ? ഇതല്ലേ അടിപൊളി, നല്ല അടിപൊളി മധുരം. ഇത് എന്തിനാ സാധനം ശരിക്കും? ഇത് അങ്ങനെ നിങ്ങൾ വിത്തൊക്കെ എവിടെ കൊണ്ടുവന്നോ? വിത്ത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു. അതെയാ, ഫുള്ള് വിഷം എടുക്കണം. സൂപ്പറല്ല, അടിപൊളി. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമ്മൾ പറയുകയാണ്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള, ഇപ്പം മണിക്കുട്ടനെ പോലെയുള്ള കൃഷി ചെയ്യാൻ നല്ല രീതിയിൽ താല്പര്യമുള്ള ആളുകളെ ഒരു കൈത്താങ്ങ് കൊടുത്ത് സർക്കാരും മറ്റ് ഭരണ സംവിധാനങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സാധ്യത ഇത്തരം കൃഷികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കൃഷികളൊക്കെ വിജയിച്ചത്.